ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. 23-നാണ് ആറാട്ട്. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാകും. ബുധനാഴ്ച കൊടിയേറ്റ് നടക്കും. 23-നാണ് ആറാട്ട്. ഏവൂർ തെക്ക് ഹൈന്ദവ സമിതി ഭാരവാഹികളായ ഹരീഷ്, ഗിരീഷ് വേണാട്, ശ്രീകുമാർ, അനിൽകുമാർ, ഏവൂർ വടക്കേക്കര ഹൈന്ദവ സമിതി ഭാരവാഹികളായ സജീവ്, മാധവൻ നായർ, പ്രസാദ്, ശ്യാംകുമാർ, ഏവൂർ പടിഞ്ഞാറേക്കര ഭാരവാഹികളായ രാജൻ, മോഹനകൃഷ്ണൻ, സുനിൽ, ബിനോയ്, വിജയൻ, വിശ്വനാഥൻ, മുരളി, സുനിൽ, ആനന്ദൻ എന്നിവർ ഉത്സവ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. 2026 ജാനുവരി 14 വൈകിട്ട് രാത്രി 8:45-നും 9:30-നും ഇടയുള്ള ശുഭമുഹൂർത്തത്തിലാണ് കൊടിയേറ്റ് നടത്തപ്പെടുന്നത്. കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ബ്രഹ്മശ്രീ കരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടാണ്. തുടർന്ന് നാളത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത വണ്ണം തന്നെ ഇവിടെ രാവിലെ ഡെയിലി ഉള്ള നിത്യപൂജയാണ് 5 പൂജ എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിൽ. അതിന് നാളെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്ത്രി നേരിട്ട് നടത്തപ്പെടുന്നതാണ് ഇവിടുത്തെ 5 പൂജ കൊടിയേറ്റ് ദിവസത്തെ. അതുകൊണ്ട് തന്നെ 3 കരക്കാരും ഇവിടെ 3 കരക്കാരാണ് ഏവൂരിലുള്ളത്. ഏവൂർ തെക്ക്, ഏവൂർ വടക്ക്, ഏവൂർ വടക്ക് പടിഞ്ഞാറ്. ഈ ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ഈ 10 ദിവസത്തെ ഉത്സവങ്ങളുടെ മേൽനോട്ടം നടത്തുന്നത്. നാളത്തെ ദിവസത്തെ ചടങ്ങുകളെന്ന് പറയുന്നത് ഈ 5 പൂജ, അതുപോലെ തന്നെ കൊടിയേറ്റ് സദ്യ എന്ന് പറയുന്ന ഒരു മഹത്തായ ചടങ്ങ് ഇവിടെ ഉച്ചയ്ക്കുണ്ട്. അതിനുശേഷം വൈകിട്ട് കൊടിയേറുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഭഗവാന് ഇതായിട്ടിരിക്കുന്ന ഭൂതനാഥസ്വാമി ഉണ്ട് ഇവിടെ. ആ ഭൂതനാഥസ്വാമിക്ക് കൊടിമരം ഓരോ വർഷം ഓരോ കരകളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. നാളെ അത് വടക്ക് പടിഞ്ഞാറെ കരയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ കഴിഞ്ഞ ഡിസംബർ 14 നമ്മുടെ ഈ നടപ്പന്തലിൻ്റെ സമർപ്പണം നടത്തപ്പെടുകയുണ്ടായി. ഇപ്പം നാളെ കൊടിയേറി ജാനുവരി 23 ഇവിടുത്തെ ആറാട്ടെന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു മറ്റടുത്ത ക്ഷേത്രങ്ങളിലൊന്നും ഇല്ലാത്ത പോലെ തന്നെ ലക്ഷോപലക്ഷം ജനങ്ങൾ വന്ന് ആറാട്ട് ദിവസം ഈ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ഉരുളുകയും അതുപോലെ തന്നെ ഭഗവാൻ കുളിക്കാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ കുളത്തിൽ ആറാട്ട് കൊട്ടാരം ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറി ഉള്ള ആറാട്ട് കൊട്ടാരത്തിൽ വെച്ചാണ് ഭഗവാന്റെ അന്നത്തെ ആറാട്ട് നടക്കുന്നത്. അവിടെയും ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഉരുളിച്ചയ്ക്കായിട്ട് വരുന്നത്. ഒരു വലിയ വഴിപാടായിട്ട് നടത്തപ്പെടുന്നൊരു കാര്യമാണ്. അത് വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ കൊണ്ട് നടത്തപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവബലി നടക്കുന്നത്. അതൊന്ന് 5-ാം തിരുവുത്സവത്തിനും മറ്റൊന്ന് 7-ാം തിരുവുത്സവത്തിനുമാണ്. 5-ാം തിരുവുത്സവം എന്ന് പറയുന്നത് ജനുവരി 18-ഉം 7-ാം തിരുവുത്സവം എന്ന് പറയുന്നത് ജനുവരി 20-ാം തീയതിയാണ്. ഇത് കൂടാതെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഒട്ടനവധി വലിയ പ്രോഗ്രാമുകൾ ഉണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒത്തിരി കലാപരിപാടികളുണ്ട്. ഈ നന്ദഗോവിന്ദൻ ഭജൻസ് പോലുള്ള അവരുടെ ഭജൻസ് ജാനുവരി 18-ാം തീയതി വൈകിട്ട് 7:30 മുതൽ ക്ഷേത്രത്തിലുണ്ട്. അതുകൂടാതെ തന്നെ കലകളുടെ പ്രോഗ്രാമുകൾ, ഗാനമേള, നാടൻപാട്ട്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വലിയ പ്രോഗ്രാമുകളും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ ഭഗവാൻ ഈ പറഞ്ഞ പോലെ ആറാട്ട് ദിവസം ഇവിടെ ഒരു പപ്പടം പറത്തുക എന്ന് പറയുന്നത് വലിയൊരു വിശേഷമായിട്ട് മാറി. ലക്ഷക്കണക്കിന് പപ്പടമാണ് ആറാട്ട് ദിവസം ഇവിടെ ഭഗവാൻ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും തന്നെ ഇല്ലാത്ത വലിയൊരു കാര്യമായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ കാണുന്നു. ബുധനാഴ്ച പുലർച്ചെ 4:50 മുതൽ 5 പൂജ, ഉച്ചയ്ക്ക് 12:30 കൊടിയേറ്റ് സദ്യ, വൈകിട്ട് 4 മണി മുതൽ പാട്ടുവീട് കാസർഗോഡ് ഒരുക്കുന്ന ഗീതം സംഗീതം, രാത്രി 8:36-നും 9:25-നും മധ്യേ ഉത്സവത്തിന്റെ കൊടിയേറ്റ് എന്നിവ നടക്കും. തുടർന്ന് ഹരിപ്പാട് നാദബ്രഹ്മം ഓർക്കസ്ട്രയുടെ ഗാനമേളയുണ്ടാകും. ജനുവരി 15 വ്യാഴാഴ്ച രാവിലെ 5-ന് വിഷ്ണു സഹസ്രനാമ ജപം, 7 മണി മുതൽ അഖണ്ഡനാമ ജപം, തുടർന്ന് ഏവൂർ സുഭാഷ് ആൻഡ് പാർട്ടിയുടെ നാഗസ്വര കച്ചേരി, രാത്രി 7:30 മുതൽ നൃത്തനൃത്യങ്ങൾ, 8 മണി മുതൽ ആലപ്പുഴ സൂര്യകാന്തിയുടെ നാടകം കല്യാണം. ജനുവരി 16 വെള്ളിയാഴ്ച വൈകിട്ട് 6:15-ന് പട്ടും വളയും നടക്കിവെക്കൽ, വേലകളി, 7-ന് സേവ, 8 മണി മുതൽ പാലാ ത്രയംബകം ഭജൻസ് അവതരിപ്പിക്കുന്ന രാഗധാര എന്നിവയുണ്ടാകും. 17-ന് ശനിയാഴ്ച 9 മണി മുതൽ വീണ കച്ചേരി ഉണ്ടാകും. 11 മണിക്ക് സംഗീത കച്ചേരി, ഉച്ചയ്ക്ക് 2-ന് വയലിൻ കച്ചേരി, വൈകിട്ട് 4 മണി മുതൽ വീണ, വേണു, വയലിൻ, 6:30-ന് വേലകളി, തുടർന്ന് സേവ, രാത്രി 9 മണി മുതൽ ഹരിപ്പാട് സാരംഗ ഡാൻസ് അക്കാദമിയുടെ ഡാൻസ് എന്നിവയുണ്ടാകും. ജനുവരി 18-ന് രാവിലെ 7 മണി മുതൽ പറകൊട്ടിപ്പാട്ട്,
11 മണി മുതൽ ഉത്സവ ബലി ദർശനം, 12 മുതൽ പാടകം, വൈകിട്ട് 6:30 മുതൽ സേവ, 8 മണി മുതൽ സ്വീകരണം, രാത്രി 8 മണി മുതൽ വിളക്കെഴുന്നള്ളത്ത് തുടങ്ങിയവയുണ്ടാകും. ആറാട്ട് ദിവസമായ ജനുവരി 23 വെള്ളിയാഴ്ച രാവിലെ 7:30 മുതൽ കൊടിക്കീഴിൽ ഉരുളിച്ച, വൈകിട്ട് 5 മുതൽ കാളകെട്ട് വരവ്, വൈകിട്ട് 6-ന് ആറാട്ട് എഴുന്നള്ളത്ത് എന്നിവ നടക്കും. ഉത്സവങ്ങൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ഭാരവാഹികൾ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.